നമസ്കാരം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവിടെയാണ് അവൻ 40 ദിനരാത്രങ്ങൾ ഉപവസിക്കുന്നത്. മരുഭൂമിയിലേക്കുള്ള ഈ പിൻവാങ്ങലിന്റെ അർത്ഥം എന്താണ്? അത് നോമ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? സാത്താനോടുള്ള ക്രിസ്തുവിന്റെ ആദ്യ പോരാട്ടം വിജനതയിലാണ്. അന്തിമ പോരാട്ടവും ജെറുസലേം പട്ടണത്തിന് വെളിയിൽ പാളയത്തിനപ്പുറത്തുള്ള വിജനതയിലാണ്. ഇതിന്റെ സാങ്കത്യം വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമുണ്ട്. ഫാദർ ജോൺ എ മക്ഗുക്കിൻ്റെതാണ് അത്. ദ ക്രിസ്ത്യൻ സെൻസ് ഓഫ് ദ ഡെസേർട്ട് എന്ന ലേഖനം അദ്ദേഹത്തിന്റെ കളക്ടഡ് സ്റ്റഡീസ് 3-ാം വാല്യത്തിലാണ്. തന്നിൽ നിന്നകന്ന ദൈവജനത്തെ ശിക്ഷണം നൽകാനായി മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ഹോശേയ പ്രവചനത്തിലുണ്ട്. ദൈവജനമായവൾ ഉടയവനിലേക്ക് മടങ്ങി വരുന്ന കാലമാണ് മരുഭൂമിയുടേത്. ഡെസേർട്ട് അത്ര നല്ല ഇടമല്ല ഈജിപ്ഷ്യൻ മിത്തുകളിൽ പോലും. ഈജിപ്ഷ്യരുടെ ദേവഗണത്തിൽ ഐസിസും പെസിരിസും ഹോറസും ഒക്കെ പട്ടണങ്ങളും നാഗരികതകളും പുത്തൻ ലോകക്രമങ്ങളും നിർമ്മിക്കുമ്പോൾ സെറ്റ് എന്ന ദേവൻ ഡിസോർഡർ ഉണ്ടാക്കുന്നവനാണ്. അവനാണ് തരിശു നിലങ്ങളുടെ ഉടയവൻ. പുതിയതൊന്നും അവിടെ മുളയ്ക്കില്ല. ഈ പശ്ചാത്തലത്തിലാവണം മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേലിന്റെ പിൽക്കാല പുറപ്പാടിനെ തൊട്ട് ഗ്രഹിക്കേണ്ടത്. ഈജിപ്തിലെ അടിമത്വത്തിലും അവർ ആസ്വദിച്ചു പോകുന്ന സുഖാനുഭവങ്ങളും ഇറച്ചിക്കലങ്ങളും വിട്ടെറിഞ്ഞാണ് ദൈവ ആരാധനയ്ക്കും പുതിയ ഉടമ്പടിക്കുമായി അവർ മരുഭൂമിയിലേക്ക് പ്രയാണം ആരംഭിക്കുന്നത്. മരുഭൂമി സജീവമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമാണ്. അപ്പമായും വെള്ളമായും അഗ്നിയായും മേഘമായും അവൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിൽഡർനെസ് ഈസ് എ ടൈം ഓഫ് ടെസ്റ്റിംഗ്. ഇത്രമേൽ കരുതുന്ന ദൈവസ്നേഹത്തോടുള്ള വിശ്വസ്തത പരീക്ഷിച്ചറിയുന്ന ഇടവുമാണ്. പ്രലോഭനങ്ങൾ കൊണ്ട് ഹൃദയത്തെ നിരാശയുടെ ഊഷരഭൂമിയാക്കാൻ കേൾപ്പുള്ള തിന്മയുടെ ശക്തിയോടുള്ള നിരന്തര പോർക്കളമാണ് നോമ്പുകാലം. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്നാണ് മർക്കോസ് വിവരിക്കുന്നത്. ഒരേ സമയം തിന്മയോടുള്ള അദൃശ്യ പോരാട്ടത്തിന്റെയും പരമനന്മയായ ദൈവത്തോടുള്ള ഹൃദ്യമായ പ്രണയത്തിന്റെയും ഭൂമികയാണ് മരുഭൂമി. നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലം മൗനത്തിന്റെയും ഉപവാസത്തിന്റെയും ഈ നിമിഷങ്ങൾ സമ്മാനിക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ ദ സെൻസ് ഓഫ് ഡെസേർട്ട് സ്പിരിച്വാലിറ്റിയാണ്. ഈജിപ്ഷ്യൻ മരുഭൂമികളിലെ ആദിമ ക്രൈസ്തവ സന്യാസ മൂല്യങ്ങളിലേക്കുള്ള ഒരു പുനരധിവാസം കൂടിയാണ്. അവരെ പോലെ ഉൾക്കരുത്തുള്ള വാക്കുകൾ പറയാൻ, വ്രതശുദ്ധി കാപ്പാൻ, ലാളിത്യത്തിലേക്ക് മടങ്ങിപ്പോകാൻ, പ്രാർത്ഥനകൾ അഭ്യസിക്കാൻ, ആന്തരിക നൈർമല്യം വീണ്ടെടുക്കുന്നതിന്, നിരുപാധികമായ ദൈവാശ്രയം ഉണ്ടാക്കുന്നതിന്, ആതിഥ്യവും സഹിഷ്ണുതയും ശീലമാക്കുന്നതിനുമൊക്കെ നോമ്പുകാലം നമ്മെ പ്രാപ്തരാക്കും. ഇതുവരെ കഴിഞ്ഞു പോകുന്ന രുചികളിൽ നിന്നും പാർപ്പുകളിൽ നിന്നും നോമ്പിന്റെ മരുഭൂമിയിലേക്കുള്ള ഈ പ്രയാണം ശരിക്കും അവനോടുള്ള പ്രണയത്തിൽ നമ്മെ പുനരാക്കുന്ന സുന്ദരകാലമാണ് പ്രിയരെ. നമസ്കാരം.